പോവാണ്. നമ്മളിങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ സാധനങ്ങളൊക്കെ അവർ 1 മണിക്കേ തുറക്കുള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെയാണ്. പിന്നെ നമ്മൾ തിരിച്ച് പോകേണ്ടതുകൊണ്ട് നമ്മൾ നേരത്തെ അവരെ വിളിച്ച് പറഞ്ഞു നമ്മൾ വരുന്നുണ്ട് എന്ന്. അപ്പോൾ അവർ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് വേണ്ടി റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യാണ് എന്താ വേണ്ടതെന്നുള്ളത്. അവർക്ക് കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പം വിളിച്ച് പറയാൻ ശ്രമിക്കും അവർക്ക് റെഡിയാക്കി വെക്കാൻ പറ്റുമോ എന്ന്. താങ്ക് യു ഇതാടാ. താങ്ക് യു. ഓക്കെ, ഓപ്ഷൻസ് മന്തി ഇനി വിട്ടോ, വേണ്ട ചട്ടി. ഹലോ, നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മള് കുറച്ച് ഓർഡർ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടാവോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അൽഫാം മന്തി ഉണ്ടോ? അപ്പൊ വേറെ എന്തെങ്കിലും മന്തി ഉണ്ടോ? കാന്താരി മന്തി ഉണ്ടോ? സാധാ ചിക്കൻ മന്തിയാ. പിന്നെ മറ്റേ 1 മണിക്കൂർ ഓവനിൽ വെച്ചിട്ട് പിന്നെ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മള്. അതെയോ? ഓക്കെ. പിന്നെ മറ്റേ ചട്ടി പൊറോട്ട കോംബോ ഉണ്ടോ? മറ്റേ നമ്മുടെ അതുണ്ട്. പാൽക്കപ്പ ഉണ്ടോ? പാൽക്കപ്പയും ബീഫ് കറിയും ഉണ്ടോ? ഓക്കെ. പിന്നെന്താ പറഞ്ഞു നമ്മള്? അത്ര പറഞ്ഞല്ലോ അല്ലേ? മന്തി. എന്നാലും ഞങ്ങൾ ഇപ്പം ഇത് രണ്ടുമാണ് ഇപ്പൊ തീരുമാനിക്കുന്നത്. വേറെന്താ ഉള്ളേ? എന്താണ്? പുതിയാപ്പിള ചിക്കൻ ഉണ്ടോ? മണിക്കൂർ വരുമ്പോ ഇവിടെ ഷെഫ് 1 മണി 1:30 എത്താൻ. അപ്പൊ 45 മിനിറ്റ്സ് കാണാം നമുക്ക് മേക്ക് ചെയ്യാൻ. ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ലൈവായിട്ട് മേക്ക് ചെയ്താണ്. കട കുത്തി തുറന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. അവിടെ എല്ലാം വിളിച്ച് ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ പോയി അവിടെ വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഹായ്, അപ്പൊ നമ്മള് കടയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. 1 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ. അപ്പൊ 1 മണി വരെ ഇനിയിപ്പം ഞങ്ങൾ വന്നിട്ട് 1/2 മണിക്കൂറായി. ഇപ്പം 12:51 ആയി. അപ്പൊ ഇനി ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണോ ഫുഡ് കഴിക്കാൻ? ഇവര് 2 നേരത്തെ കഴിച്ചിട്ടുണ്ട്. നമ്മളാണ് ഇവിടുത്തെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാര്. ഇവര് 2 പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കറിയാം ഫുഡ് എങ്ങനെയുണ്ടെന്ന്. പക്ഷെ നമ്മള് ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാനൊന്നും പറയുന്നില്ല.
ഐറ്റം കൂടെ വരാനുണ്ട്. നമ്മുടെ മന്തി, ഇത് ചിക്കൻ ബിരിയാണി, ചിക്കൻ കൊണ്ടാട്ടം, ഇതെന്താടാ എന്തോ സാധനം, പിന്നെ സാലഡ് ഉണ്ട്, അത് പാൽക്കപ്പ, ചിക്കൻ കറി. ബന്ധങ്ങളെല്ലാം മറന്നു. ഗംഗയുടെ അടുത്തേക്ക് പോട്ടെ, പിന്നൊന്നും ഇല്ല. അതെ, ഗംഗ എങ്ങനെയുണ്ടായിരുന്നു ഫുഡിന്റെ റിവ്യൂ? നല്ല ഫുഡായിരുന്നു. എന്നാലും എന്താ കഴിച്ചത്? ഞാൻ ഒരു കോംബോ ആണ്. അതില് ചിക്കൻ ബിരിയാണി, പിന്നെ കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം അടിപൊളിയായിരുന്നു. പപ്പടം, സാലഡ്, വെറൈറ്റി ആയിട്ടുള്ള അച്ചാറായിരുന്നു. അടിപൊളിയായിരുന്നു. സാലഡ് അടിപൊളി. പിന്നെ മിന്റ് ലൈം അടിപൊളിയായിരുന്നു അല്ലേ? പിന്നെ സോനു ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി, സെയിം കോംബോ, ചിക്കൻ കൊണ്ടാട്ടം, പപ്പടം, സാലഡ്, ഉണക്കമുന്തിരി അച്ചാറ്. പിന്നെ അത് നല്ലതായിരുന്നു, അത് ഞാൻ കഴിച്ചു നോക്കി. ഇതെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തു. പിന്നെ അരുൺ ബ്രോ ഓർഡർ ചെയ്തത് പാൽക്കപ്പയും ചിക്കൻ കറിയും. നമ്മൾ പോയ സമയം ശരിയായതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത ഫുഡൊന്നും അല്ല നമ്മൾ കഴിച്ചത്. എല്ലാം റെഡി ആവണമെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ ഇവിടെ പോകും. അതാകുമ്പം മന്തിയുടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. കാന്താരി മന്തി, അൽഫാം മന്തി, പെരി പെരി മന്തി, അതെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് ചിക്കൻ മന്തി മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിച്ചു. എനിക്ക് ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ പാൽക്കപ്പയും ചിക്കൻ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് ബിരിയാണി, ഇതെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തു. എല്ലാവരും എല്ലാം ടേസ്റ്റ് ചെയ്തു, നല്ലതായിരുന്നു. പിന്നെ അവിടുത്തെ പൈനാപ്പിൾ ലൈമും നല്ലതായിരുന്നു. ക്വാണ്ടിറ്റി വൈസ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ഹാഫ് മന്തിയൊക്കെ ഒരാൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല, വേസ്റ്റായി കുറേ. അതുകൊണ്ട് കുറേ ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി. ചിക്കനും എല്ലാം അല്ല, ബിരിയാണിയും എല്ലാം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അല്ലേ? ക്വാണ്ടിറ്റി വൈസ് ഒക്കെ ഓക്കെ ആയിരുന്നു. അപ്പം അടിപൊളി. നെക്സ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാം. ബൈ.